ഒമേഗ 3 ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ മീനെണ്ണ ഗുളിക കഴിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളും നല്ലൊരു ഓപ്ഷനാണ് ഒമേഗ 3 ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫിഷ് കഴിക്കുന്നത്. നിങ്ങളിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്: ഏത് ഫിഷാണ് കഴിക്കേണ്ടത്, എത്രയാണ് കഴിക്കേണ്ടത്, ഫിഷ് കഴിക്കാൻ പറ്റാത്ത വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഒമേഗ 3 ഫാറ്റ്സ് കിട്ടാൻ എന്താണ് വഴിയുള്ളത്? ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. വെൽക്കം ബാക്ക് ടു ഡോഫുഡ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഫാറ്റി ആസിഡ്സ് ആണ്. നമ്മളുടെ ബോഡിയിൽ അത്യാവശ്യം വേണ്ട ഒരു തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും നമ്മളുടെ ബോഡിക്ക് തന്നെ നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഒമേഗ 3ൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നമ്മളുടെ ബോഡിയിലേക്ക് എത്തണം. അതുകൊണ്ട് ഇതിനെ ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് എന്നും പറയാം. ഇനി ഫാറ്റി ആസിഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജന്റെ പലതരത്തിലുള്ള ചെയിനുകളാണ്. നമ്മളുടെ ഓരോ സെല്ല് നിർമ്മിക്കാനും ഇത്തരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് വേണം. നമ്മളുടെ ഓരോ ഓർഗൻ കൃത്യമായി പ്രവർത്തിക്കാനും ഫാറ്റി ആസിഡ്സ് അത്യാവശ്യമാണ്. ഫാറ്റി ആസിഡ്സ് രണ്ട് തരത്തിലുണ്ട്. സാച്ചുറേറ്റഡും ഉണ്ട്, അൺസാച്ചുറേറ്റഡും ഉണ്ട്. അതിൽ അൺസാച്ചുറേറ്റഡിൻ്റെ ഒരു ടൈപ്പാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് പല തരത്തിലുണ്ട്. അധികം ആൾക്കാർക്കുള്ള കൺഫ്യൂഷൻ ഇതാണ്: ഏത് തരത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡാണ് കഴിക്കേണ്ടത്? പ്രധാനമായിട്ടുള്ള 3 തരത്തിൽ ഒരെണ്ണം എന്ന് പറയുന്നത് EPA ആണ്. EPAൻ്റെ ഫുൾ ഫോം എയ്ക്കോസ പെൻറ്റനോയിക് ആസിഡ് എന്നാണ്. EPA അടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സീ ഫുഡ് തന്നെ കഴിക്കണം. EPAനെ പോലെ തന്നെയുള്ള മറ്റൊരു ഒമേഗ 3 ഫാറ്റി ആസിഡാണ് DHA എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം ഡൊക്കാസ ഹെക്സനോയിക് ആസിഡ് എന്നാണ്. ഇതും ഫിഷിൽ തന്നെയാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത്. മൂന്നാമത്തെ ടൈപ്പാണ് വെജിറ്റേറിയൻസിന് പറ്റിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ALA എന്നാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അധികം ആൾക്കാരുടെയും ഭക്ഷണത്തിൽ കിട്ടുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ചിലർക്ക് ഡോക്ടർമാർ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള പിൽസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്തതാണ്. ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള രോഗത്തിലും നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വളരെയധികം ബെനിഫിഷ്യലാണ്. അത് സഡൻ ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യാനും സഡൻ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ താളത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ശരിയാക്കാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോളിൻ്റെ ലെവൽ നോർമലാക്കി നിർത്താനും ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവൽ നോർമലിലേക്ക് കൊണ്ടുവരാനും ഇങ്ങനെ പല യൂസസ് ഉണ്ട്. ഇനി കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാനും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഹെൽപ്ഫുൾ ആണ്. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രെയിനിലും ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് റോളുണ്ട്. അൽസിമേഴ്സ് ഡിസീസും ഡിമെൻഷ്യ, ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാതെ നോക്കാനും ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ അളവ് കൃത്യമായിരിക്കണം നമ്മളുടെ ബോഡിയിൽ. ഒമേഗ 3 സപ്ലിമെൻറ്റ്സ് പലതരത്തിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചും ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സീ കോഡ് എന്നൊക്കെ പറയുന്നത് ചെറിയ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ്. നിങ്ങളും ചെറുപ്പത്തിൽ അത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഒമേഗ 3 സപ്ലിമെൻറ്റ്സിനെ കുറിച്ചല്ല, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫിഷിനെ കുറിച്ചാണ് എനിക്ക് കാര്യമായിട്ടും പറയാനുള്ളത്. അധികം ആൾക്കാരും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ഇതാണ്: ഏതെല്ലാം തരത്തിലുള്ള ഫിഷാണ് കഴിക്കേണ്ടത്? ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കഴിക്കണമെങ്കിൽ ഫിഷ് തന്നെയാണ് നല്ല സോഴ്സ്. ഒമേഗ 3ൻ്റെ വെജിറ്റേറിയൻ സോഴ്സസിനേക്കാളും ക്വാളിറ്റി കൂടുതൽ ഫിഷിൽ നിന്നും കിട്ടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് തന്നെയാണ്. ഇനി നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് ഫിഷും അല്ലാത്ത കുറച്ച് ഫിഷും അതിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ അളവും ഞാൻ പറയാൻ പോകുന്ന ഓരോ തരത്തിലുള്ള ഫിഷിൻ്റെയും സെർവിങ് സൈസ് എന്ന് പറയുന്നത് 3 ounce ആണ്. അതായത് ഏകദേശം 85 ഗ്രാമിൻ്റെ അടുത്താണ്. ആദ്യം പറയാനുള്ള ഫിഷ് മാക്രൽ ആണ്, അതായത് അയല. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്നത്. EPA, DHA രണ്ടും കൂടിയും 2 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. ഏകദേശം 3 ounce അയല കഴിച്ചാൽ 2 ഗ്രാമിൻ്റെ അടുത്താണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് കിട്ടുന്നത്. സാൽമണിൽ അടങ്ങിയിരിക്കുന്നത് EPA, DHA രണ്ടും കൂടിയും 1.7 ഗ്രാമാണ്. ആൻകോവീസ് അഥവാ നെത്തല് അടങ്ങിയിരിക്കുന്നത് 1.2 ഗ്രാമാണ്. ട്യൂണേൻ്റെ പലതരത്തിലും 1 മുതൽ 1.5 ഗ്രാം വരെ അടങ്ങിയിട്ടുണ്ട്. സാർഡൈൻസ് അഥവാ മത്തിയിൽ അടങ്ങിയിരിക്കുന്നത് 0.8 grams ആണ്. ഇതെല്ലാം EPA, DHA രണ്ടിൻ്റെയും കൂടി അളവാണ് ഞാൻ പറയുന്നത്. അധികം ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ: എല്ലാ ദിവസവും ഫിഷ് കഴിക്കണോ വേണ്ടേ എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഫിഷ് കഴിക്കണമെന്ന് നിർബന്ധമില്ല. ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഫിഷ് കഴിക്കണം. ഒരാഴ്ചയിൽ 200 ഗ്രാം വരെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫിഷ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് സപ്ലിമെൻ്റ് രൂപത്തിലല്ല, ആ ഫിഷിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫിഷ് കഴിക്കുമ്പോൾ അധികം ആൾക്കാർക്കുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ: ഇതിൽ മെർക്കുറി കണ്ടന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചില പ്രത്യേക തരത്തിലുള്ള ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ മെർക്കുറി കണ്ടന്റ് കൂടാൻ സാധ്യതയുള്ളൂ. ചില ഫിഷ് മറ്റു തരത്തിലുള്ള ഫിഷിനെ കഴിക്കാറുണ്ട്. ഇതിൻ്റെ ചില ഉദാഹരണമാണ് കിങ് മാക്രൽ, ഷാർക്ക് അഥവാ സ്രാവ്, സോഡ് ഫിഷ്, ട്യൂണ. ഇത്തരത്തിലുള്ള ഫിഷൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മെർക്കുറി കണ്ടന്റ് ചെറിയ രീതിയിൽ കൂടാൻ സാധ്യതയുള്ളൂ. പ്രഗ്നന്റ് ലേഡീസിനും കുട്ടികൾക്ക് 11 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ
ഇവർക്കും മെർക്കുറി അടങ്ങിയിട്ടുള്ള ഫിഷൊന്നും എല്ലാ ദിവസവും കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ തരത്തിലുള്ള ഫിഷൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇവർക്ക് സേഫ്ലി കഴിക്കാൻ പറ്റുന്ന ചില ഫിഷ് ഉണ്ട്. കാരണം ഇവർക്കും ഒമേഗ 3 ഫാറ്റ്സ് കിട്ടണം. അപ്പോൾ ഇവർക്ക് സേഫ്ലി കഴിക്കാൻ പറ്റുന്ന ചില ഫിഷിൻ്റെ എക്സാമ്പിൾ അയലയും മത്തിയും നെത്തലും ഒക്കെയാണ്. സാൽമൺ നല്ലതാണ്, ഹെറിങ് നല്ലതാണ്. ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ ഒമേഗ 3 ഫാറ്റ്സ് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും കിട്ടും. ഫിഷിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് തീർച്ചയായും കാണുക. ഇനി നിങ്ങൾക്ക് ഫിഷ് കഴിക്കാൻ പറ്റില്ലെങ്കിലോ ചിലപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാവാം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റ്സ് എന്ന് പറയുന്നത് ALA ആണ്. ALA പ്രധാനമായിട്ടും പ്ലാന്റ്സിലാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഇത് ഗ്രൗണ്ടഡ് ആവാം, മിൽഡ് ഫ്ലാക്സ് സീഡ് ആവാം, ഫ്ലാക്സ് സീഡ് ഓയിൽ ആവാം, സോയാബീൻ ഓയിൽ ആവാം. കനോല ഓയിൽ നല്ല സോഴ്സാണ്. ഫ്ലാക്സ് സീഡ് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഗ്രൗണ്ടഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ റെസിപ്പീൻ്റെ ഭാഗമാക്കാം. ചിയ സീഡ്സിലും നല്ല രീതിയിൽ ഒമേഗ 3 ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. നട്ട്സിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വാൽനട്ടിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ളത്. ഫ്രൂട്ട്സിലേക്ക് വരുന്ന സമയത്ത് അവോക്കാഡോ നല്ലതാണ്. ആഴ്ചയിൽ 1-2 കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അവോക്കാഡോന്ന് തന്നെ കിട്ടും. ഇനി എത്ര ALA അടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റ്സ് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജനറൽ റെക്കമെൻഡേഷൻ അഡൽട്ട് മെയിൽസിന് 1.6 ഗ്രാമാണ്, അഡൽട്ട് ഫീമെയിൽസിന് 1.1 ഗ്രാമാണ്, പ്രഗ്നന്റ് ലേഡീസിന് 1.4 ഗ്രാമാണ്. ഇനി തിരിച്ച് EPA DHAയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 200 ഗ്രാം വരെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഫിഷ് കഴിക്കാം. നിങ്ങൾക്ക് ഇനി ഹാർട്ട് ഡിസീസസ് ഉണ്ട്, നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്താൽ ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവലൊക്കെ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 ഗ്രാമിലും കൂടുതൽ ഫിഷ് കഴിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്ന സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത്രയും ക്വാണ്ടിറ്റി ഫിഷ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ ഒമേഗ 3 ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫിഷ് കഴിക്കുമ്പോഴും നിങ്ങളുടെ ഡയറ്റ് മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്ടറുമായി നിർബന്ധമായും ഡിസ്കസ് ചെയ്യണം. ഇനി ചിലർക്ക് യൂറിക് ആസിഡ് കൂടുതലുണ്ടാവും. യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കൂടുമോ എന്നുള്ള പേടി ഉണ്ടാവും. ഇങ്ങനത്തെ സിറ്റുവേഷനിലും ഫിഷിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നതിൻ്റെ മാക്സിമം അളവ് എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെയാണെന്നുണ്ടെങ്കിലും സപ്ലിമെൻറ്റ്സ് ആണെങ്കിലും ഒരു ദിവസം 3 ഗ്രാമിലൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കൊണ്ടും പ്രശ്നങ്ങളുണ്ടാവാം. ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവാം, ചിലർക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം, ചിലർക്ക് നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഉണ്ടാവാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷനാണ് ആവശ്യമെങ്കിൽ ഡോക്ടേഴ്സുമായി ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഹോസ്പിറ്റലൊന്നും പോകണമെന്നില്ല. എളുപ്പത്തിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്കും ഡോഫോഡി ട്രൈ ചെയ്യാം. ഡോഫോഡിൻ്റെ വാട്സാപ്പ് നമ്പറും ഫോൺ നമ്പറും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് ഞാൻ പബ്ലിഷ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.